കുടുംബശ്രീ സംരംഭമായ ഹരിയാലി വടകരയുടെ നേതൃത്വത്തിൽ നവീകരിച്ച കുറ്റ്യാടി പഞ്ചായത്ത് പാർക്ക് ഉദ്ഘാടനം ചെയ്തു. കെ.പി. കുഞ്ഞമ്മദ് മാസ്റ്റർ എം.എൽ.എ. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാനുള്ള വൈവിധ്യമാർന്ന പദ്ധതികളുമായാണ് ഹരിയാലി വടകരയുടെ നേതൃത്വത്തിൽ പാർക്ക് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. കുട്ടികൾക്കുള്ള ഡ്രാഗൺ ട്രെയിൻ, കൊളംബസ് തോണി, ബലൂണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ബൗൺസി, ടോയ് കാറുകൾ, ബോട്ടുകൾ, ഓപ്പൺ സ്റ്റേജ്, മറ്റ് കളി ഉപകരണങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ചെറുപുഴയിൽ ബോട്ടിങ്ങിനും ഫിഷിങ്ങിനും സൗകര്യമൊരുക്കും. പാർക്കിലേക്കുള്ള പ്രവേശന നിരക്ക് കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയുമാണ്. പാർക്കിന്റെ ഉദ്ഘാടനം കെ.പി. കുഞ്ഞമ്മദ് മാസ്റ്റർ എം.എൽ.എ. നിർവഹിച്ചു. ഹരിയാലി പ്രവർത്തകന്മാരെയും മോഹനെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നാട്ടുകാരെല്ലാം സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ഥാപനം നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിയും. ഒരു വലിയ വരുമാനമൊന്നുമില്ലെങ്കിലും ചെറിയ വരുമാനം കിട്ടുന്ന തൊഴിൽ സെന്ററുകൾ, സംരംഭങ്ങൾ ആരംഭിക്കാൻ ആവശ്യമായ പദ്ധതികൾ നമുക്ക് ഭാവിയിൽ ആവിഷ്കരിക്കാൻ കഴിയും. ടൂറിസം ഡെസ്റ്റിനേഷനിൽ കുറ്റ്യാടിക്ക് നേരത്തെ ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ചുമതലയേറ്റ ശേഷം കോടിയേരിയുടെ കാലത്ത് തുടക്കം കുറിച്ചിരുന്നെങ്കിലും വിപുലമായ രൂപത്തിൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറുകയാണ്. അതിലേറ്റവും പ്രധാനമായി ലോകനാഥകാവ് ക്ഷേത്രമാണ്. 13 കോടി രൂപയാണ് അവിടെ ചെലവഴിച്ചത്. 12 AC മുറികളും 2 ഡോർമെറ്ററികളും, ഏറ്റവും നല്ല മനോഹരമായ ഗസ്റ്റ് ഹൗസ് അവിടെയുണ്ട്. വലിയ കുളവും ചെറിയ കുളവും കെട്ടി ഭദ്രമാക്കി. കോമ്പൗണ്ടും നിലവും എല്ലാം തന്നെ ആധുനിക രൂപത്തിൽ നിർമ്മിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ.ടി. നഫീസ അധ്യക്ഷത വഹിച്ചു. ഹരിയാലി കോർഡിനേറ്റർ മണലിൽ മോഹനൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി. ചന്ദ്രൻ മാസ്റ്റർ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഷെമീന കെ, വാർഡ് മെമ്പർ AC അബ്ദുൾ മജീദ്, സെക്രട്ടറി സിത്തു കെ, PC രവീന്ദ്രൻ, PK സുരേഷ് മാസ്റ്റർ, ജൂഗനു തെക്കയിൽ, VP മൊയ്തു, കരീം MV, നിഷ K, സുമിത്ര CK, ശോഭ KC, ബസ്ന മോഹൻ, OV ലത്തീഫ്, CH ഷെരീഫ് എന്നിവർ സംസാരിച്ചു. നല്ല രീതിയിൽ നടത്താൻ ഈ പ്രദേശത്തുകാരുടെ, ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ഞാനത് പറയണത് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാ കാര്യവും അങ്ങനെയാണ് കാണുന്നത്. നമ്മൾ എല്ലാത്തിനെയും അപ്പം അതില്ലാതെ, കാരണം നമ്മുടെ നാടിൻ്റെ വികസനമാണ് ഇതൊരു നമ്മളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം. നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഈ ടിക്കറ്റ് പൈസ 10 രൂപയും 20 രൂപയും കൊണ്ടൊന്നും ഇത് മുന്നോട്ട് പോകില്ല എന്നുള്ളത് എനിക്കറിയാം. ഇന്നലെ രാത്രി ഞങ്ങളുടെ ഒരു 20,000 രൂപയുടെ ഒരു മോട്ടർ ഇവിടെ നിന്ന് കളഞ്ഞു ഇന്നലെ രാത്രി. അതുകൊണ്ട് ഇന്ന് ആ റൈഡ് ഓപ്പൺ ആക്കാൻ പറ്റിയില്ല. നമ്മൾ നേരത്തെ കുറേ സാധനങ്ങൾ കളവ് പോയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ആ റൈഡിൻ്റെ ഒരു സാധനം ആരോ ഒരു മണിക്ക് ശേഷം കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഒരു പ്രതികൂല സാഹചര്യം ഇവിടെ ഉണ്ട്. TK മോഹൻദാസ് സ്വാഗതവും വിനീത KV നന്ദിയും പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നൃത്യങ്ങൾ, ഗാനമേള എന്നിവ നടന്നു. കേരളം